ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. ഒരു ഹതഭാഗ്യയുടെ ഒരു പതനം, അതാണ് ഇന്നത്തെ വീഡിയോ. അത് വാക്കുകൾ കൊണ്ട് കുറച്ച് നാളിന് മുമ്പ് തന്നെ ഞാനിങ്ങനെ ഒരു സാഹചര്യം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത, ഇതിൻ്റെയൊക്കെ റൂട്ട് ഏതാണ്ട് ഒരു കനത്ത വീഴ്ചയിലേക്കും കനത്ത പ്രഹരത്തിലേക്കുമാണ്. പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചുമല്ല, നമ്മുടെ എലിസബത്തിനെ കുറിച്ചാണ്. എലിസബത്ത് അവസാനം വീണു എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് വന്ന സന്തോഷവും സമാധാനവും, എന്തോ ഒരു കാര്യം ഞാൻ ചെയ്തു, അത് നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ ചെറിയൊരു ദൈർഘ്യമുള്ളൊരു വീഡിയോ ഇട്ടിട്ട്, ഒരു മിനിറ്റ് പോലും ദൈർഘ്യമില്ലാത്ത ആ വീഡിയോ ഇട്ടിട്ട് ഇന്ന് എലിസബത്ത് വീണു എന്നുള്ളൊരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ തളർന്നു, ഞാൻ വീണു എന്നുള്ളത്. എങ്ങനെയാണ് നമ്മളിനി ഈ ഒരു വിഷയം നമ്മൾ കേൾക്കുക, അറിയുക, കാണുക? പലർക്കും ഇതിനോട് താല്പര്യമേ ഇല്ല. ഈ ഒരു വിഷയം കേൾക്കാനും താല്പര്യമില്ല. ഈ വിഷയത്തിനുള്ള ഒരു മൊത്തത്തിലുള്ള ഇത് എന്തുവാണ്, എന്താ സംഭവം, വേറെ എന്തെങ്കിലും കൊണ്ടുപോകാന്നൊക്കെ ചില കമൻറ്റുകൾ കാണുന്നുണ്ട്. മറ്റൊരാളുടെ ലൈഫാണേ, നമ്മുടെ ജീവിതമല്ല. അവരുടെ വീഴ്ചയാണേ, നമ്മുടെ വീഴ്ചയല്ല. അവരുടെ കണ്ണുനീരാണ്, നമ്മുടെ കണ്ണുനീരല്ല എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു വീഴ്ച, ആ ഒരു ഒറ്റപ്പെടൽ, ആ ഒരു സാഹചര്യം, ഒരു പാട്ടിൻ്റെ വരിയുണ്ടല്ലോ, നമ്മുടെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, മലയാളികൾക്ക് ഏറ്റവും നെഞ്ചേറ്റിയ പാട്ടുണ്ട്. അഗ്നിയാ കരൾ നീരവേ മോക്ഷമാർഗം ഏകുമോ, ഇഹപരശാപം തീരാനം ഇനിയൊരു ജന്മം വീണ്ടും തരുമോ, സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടും നീറും. അപ്പം ആ സൂര്യകിരീടം ഇന്നലെ രാത്രിയാണ് വീണുടഞ്ഞത്. ഏതാണ്ട് 12 മണിക്കൂറിന് മുമ്പ് ഇട്ടേക്കുന്ന വീഡിയോ. ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി തന്നെ ഞാൻ കണ്ട വീഡിയോ ആണ്. വേണമെങ്കിൽ സാധാരണ രീതിയിലൊക്കെ ആ രാത്രി നട്ടപ്പാതിരാത്രിക്ക് എനിക്ക് ആ വീഡിയോ ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു, ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്ന ആയിരിക്കത്തില്ല, ചിലപ്പോൾ മറ്റൊരു തരത്തിലായിരിക്കും ചിലപ്പോൾ അത് സംസാരിച്ച് പോയേനെ. അവരവസ്ഥ ഒഴിവാക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് ഒരു ഇതെടുത്തിട്ട് വളരെ സമാധാനമായിട്ട് ഇത് കേൾക്കുന്ന ആൾക്കാർ മാത്രമായിരിക്കുമല്ലോ ഇത് കാണുന്നത്, അല്ലാതെ വേറെ ആരും ഇത് കാണത്തില്ല. അപ്പോൾ എലിസബത്തിൻ്റെ വീഴ്ച ഉറപ്പായിരിക്കുന്നു. എന്താണെന്നുള്ളത് കേൾക്കാം. ഹായ്, ഞാൻ എലിസബത്താണ്. ആക്ച്വലി ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്യണം, പഴയ പോലെ നോർമൽ വീഡിയോ ചെയ്യണം, സേഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതുപോലത്തെ ഒരു അങ്ങനെ പറ്റുന്നില്ല, അങ്ങനത്തെ വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നില്ല. പിന്നെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ ചതികൾ നടക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എന്താ ചെയ്യുക, ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതെ, ഹോപ്പ്ലെസ്. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കുറേ ചതികൾ നടക്കുന്നുണ്ട്, എനിക്കെന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ചതികൾ എന്ന് പറയുന്ന കാര്യത്തിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു വെച്ചാൽ, ഒന്നുകിൽ ഇവർക്ക് ചുറ്റും ഉള്ള ആൾക്കാരിൽ നിന്നുള്ള ചതിയോ മറ്റുള്ള കാര്യങ്ങളോ ആയിരിക്കണം. മേ ബി എനിക്ക് അങ്ങനെ തോന്നുന്നു. അല്ലെങ്കിൽ ചതികൾ ഈ ഒരു സമയത്ത് നിന്ന് എലിസബത്ത് കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ഹിൻഡ് തരുന്നതെന്ന് വെച്ചാൽ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാവരും പറഞ്ഞതുപോലെ ലീഗലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോയി എന്നുള്ള കാര്യമാണ് സൂചിപ്പിച്ചെന്ന് തോന്നി. എന്നാൽ ഇന്നും എന്ന് പറയുന്നു ചില ചതികളെന്ന് പറയുന്നു. അതിന് മുമ്പ് എലിസബത്ത് ഒരു വീഡിയോ സൂചിപ്പിച്ചിരുന്നു, അഡ്വക്കേറ്റ്സൊക്കെ ചതിക്കുന്ന ഒരു കാര്യങ്ങൾ, അതിന് മുമ്പ് എന്തൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നു. സോ അതിനുശേഷം ലീഗലായിട്ട് പോയെന്ന് വിശ്വസിക്കാം. അതിനുശേഷം ഇപ്പോൾ ആ കേസോ മറ്റുള്ള കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടാവാം, അറിയില്ല. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം എലിസബത്തിനെ ചതിക്കാൻ ആർക്കാണ് കഴിയുക? അവിടെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, അണ്ണാച്ചിയുടെ കറുത്ത കൈകൾ ഇതിൻ്റെ പിന്നിൽ ശക്തമായുണ്ട് എന്നുള്ള കാര്യമാണ്. അഥവാ എലിസബത്തിൻ്റെ ചുറ്റും നിൽക്കുന്നവരിലും അണ്ണാച്ചിയുടെ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരുണ്ട്. അതിനകത്ത് നിന്ന് എവിടെയോ എലിസബത്തിന് നല്ല രീതിയിൽ പണി കിട്ടി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അഥവാ അണ്ണാച്ചിയുടെ ഒത്തു കളിച്ചുകൊണ്ട് കുറച്ച് നാളിന് മുമ്പ് എലിസബത്ത് ആരാണോ പറഞ്ഞ ഇതിനിടയ്ക്ക് എലിസബത്ത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ, ഇതിനിടയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരു സംഭവം ഉള്ളതായിട്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നിന്നുകൊണ്ട് ഇവരുടെ കൂടെ തന്നെ നിൽക്കുകയും എന്നാൽ ഇവരെ ചതിക്കുകയും ചീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയോ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു തോന്നിപ്പിക്കലാണ് എനിക്ക് ചതി കൊണ്ട് ഉദ്ദേശിക്കുക എനിക്ക് തോന്നുന്നത്. ഇനി ആണോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ എലിസബത്ത് പറയാത്തിടത്തോളം കാലം നമുക്കും അറിയത്തില്ല, നമുക്ക് അസ്യൂം ചെയ്ത് പറയുന്നതാണ്. എങ്കിലും
പല സമയങ്ങളിലുള്ള അവരുടെ വർത്തമാനങ്ങളിലൊക്കെ അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ആരൊക്കെയോ അവരെ ഭയങ്കരമായിട്ട് ലൈഫിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ട്രോമ കാരണം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. സോ ബാക്കി കേൾക്കാം. എനിക്ക് വേണ്ടിയിട്ട് സിൻസിയറായിട്ട് ഇപ്പോഴും പല കമൻസും കാണാറുണ്ട്. ഹോപ്പ് യു ആർ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. താങ്ക് യു സോ മച്ച്. പല ആൾക്കാരും അന്ന് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് മറന്നു ഇതിനെ പറ്റിയിട്ടൊക്കെ. എല്ലാവരും അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ, കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ ലൈഫിൽ നടന്നൊരു സംഭവം കുറച്ച് കാലം കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് എല്ലാവരും മറന്നു. ആക്ച്വലി ഇന്നെ ഇത് ബാധിക്കുന്നുണ്ട്, ഇന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എലിസബത്തിൻ്റെ ഒരു ഇതിനകത്ത് നിന്ന് വന്നേക്കുന്ന ഒരു വിഷമമാണ്. അതായത് നിങ്ങളൊക്കെ എന്നെ മറന്നോ, ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് എന്നെ കേൾക്കാൻ നിങ്ങൾക്കൊക്കെ ഒരു മടിയായോ എന്നുള്ള കാര്യമാണ്. എന്തായാലും എലിസബത്ത് ഈ ഒരു വീഡിയോ കാണുമെങ്കിൽ ഞാൻ എലിസബത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സീരിയസ്ലി അങ്ങനെയൊന്നുമില്ല. ഒന്ന്, ബഹുഭൂരിപക്ഷവും വീട്ടമ്മമാരും ഇന്നിപ്പം അവർ ഇത് കേൾക്കുന്നില്ല എന്നുള്ള എനിക്ക് തോന്നുന്നില്ല. മേ ബി ഇപ്പോൾ വെക്കേഷൻ ടൈമും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പലരും കുടുംബാന്തരീക്ഷത്തിൻ്റെ അകത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ പെട്ട് കിടക്കുന്നതായിരിക്കാം. അതുകൊണ്ട് ആ ഒരു സാധനം കൊണ്ടുള്ള ഒരു ഇതായിരിക്കാം തിരക്കുകളും മറ്റുള്ള കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തതിനകത്ത് ബഹുഭൂരിപക്ഷവും വീട്ടമ്മമാരാണ്, സ്ത്രീകളാണ്. അപ്പോൾ അവർക്കും ലൈഫിൻ്റെ അകത്തുള്ള ദുരനുഭവങ്ങളൊക്കെ ഉള്ളവരും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ അകത്ത് തൻ്റെ വീടുകളിനകത്തുള്ള ആണുങ്ങളില്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ബഹുഭൂരിപക്ഷം എൻ്റെ കമൻറ്റ് ബോക്സ് കാണുന്ന കാര്യമാണ് പറയുന്നത്, കാഴ്ച അങ്ങനെയാണ്. അപ്പോൾ പുരുഷന്മാരടക്കം എല്ലാ നാനാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇതിനകത്ത് സപ്പോർട്ടേഴ്സായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കണക്കിന് ചില എന്തെങ്കിലും സാഹചര്യങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങളുടെ ഒരു മാറ്റമായിരിക്കാം. പിന്നെ ചില വിഷയങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് പൊടുന്നനെ പൊങ്ങി വരുന്നു, ചിലതൊക്കെ ഡൗണായി പോകുന്നു. അത് നിരന്തരമായിട്ട് കാണുന്ന കാഴ്ചയായതുകൊണ്ട് എനിക്കതൊരു പുത്തരിയല്ല. കാരണം ഇങ്ങനെ തന്നെയാണ്. അത് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു വിഷയം മുമ്പിൽ നിർത്തിക്കൊണ്ട് പോകണം. കാരണം ഇതില്ലെങ്കിൽ ഇത് ഡൗൺ ആവണം. ഇത് തന്നെയാണ് അപ്പുറത്ത് നിൽക്കുന്ന അണ്ണാച്ചി ഉദ്ദേശിക്കുന്നത്. മറ്റ് വിഷയങ്ങൾ വന്ന് മൂടി ഈ വിഷയത്തിൻ്റെ അകത്ത് നിൽക്കുന്ന എലിസബത്ത് ഒറ്റപ്പെടണം. ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്ത് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ചില ജീവികൾ നമുക്ക് കാട്ടിലുണ്ട്. അതുപോലെ തന്നെ ഇരയെ ഒറ്റപ്പെടുത്തുക, മറ്റുള്ളവരാൽ അവരുടെ നിന്ന് ശ്രദ്ധ തിരിച്ച് മാറ്റിയിട്ട് ഇരയെ ഒറ്റപ്പെടുത്തിയ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, അതിനുശേഷം ഹിംസ, ആ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് ഉറപ്പായിട്ട് ഏതാണ്ട് ഇപ്പം ഈ ഒരു സംഭവത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഡിപ്രസ്ഡ് ആയിട്ട് പുള്ളിക്കാരത്തി ഇപ്പോൾ വരേണ്ട കാര്യമില്ല. പക്ഷേ ഈ സംഭവം നിന്നെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളല്ല, കുറേ കാര്യങ്ങളുണ്ട്. വീണ്ടും വീണ്ടും പലതും പലരുടെയും നിന്നും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് ആക്ച്വലി പേടിയാണ് ആവണേ. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ എന്താ ഉണ്ടാവുകയെന്നറിയില്ല. എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഉറപ്പിക്കാം, എലിസബത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അതായത് ലീഗലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതെല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ എലിസബത്തിനെ കാണുന്നവരെല്ലാവരും പറഞ്ഞു ലീഗലായിട്ട് പോകൂ. ഓക്കെ, നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി ലീഗലായിട്ട് പോകൂ, അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുള്ളൂ എന്നുള്ള നല്ല മനസ്സോടുകൂടിയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇനി എന്താവും എന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല എന്നും കൂടെ പറയുന്നു. അവിടെയൊക്കെ ഒരു അങ്കലാപ്പും ആശങ്കയും ഭയവും ഒക്കെയാണ്. നമ്മൾ എന്താ പറയുക, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പോൾ വായടപ്പിക്കുന്ന പരിപാടികൾ, അല്ലെങ്കിൽ ഇനി ചോദിച്ചാൽ നമ്മളെ ഉണ്ടാവില്ല എന്നുള്ള അങ്ങനത്തെ പല സംഭവങ്ങൾ, അറിയില്ല എന്താ ഉണ്ടാവുക അറിയില്ല. എനിക്കൊരു വീഡിയോ ഇടണമെന്ന് തോന്നി, കുറേ കാര്യങ്ങൾ കാണണു കേൾക്കണു. ഞാൻ ആക്ച്വലി ഇത്ര കാലം വിചാരിച്ചതിനെക്കാണ്ടും ഇതിൽ പല കണക്ഷൻസ് വരുന്നുണ്ട്, പല ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊന്നും ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മെയിൻലി എൻ്റെ വായ പൊത്താനാണ് എല്ലാവരും നോക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള ഭയം ശബ്ദത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര ഭയമുണ്ട്. ഞാനിപ്പോൾ 1.5 സ്പീഡിലാണ് ഞാൻ ഇത് കാണുന്നത്. കാരണം ഒരുപാട് പതിയാണ് എലിസബത്ത് സംസാരിക്കുന്നത്. ആ ഒരു റിയൽ വോയിസിൽ തന്നെ ആ ഒരു ശബ്ദത്തിൽ സത്യമായിട്ട് പറഞ്ഞാൽ ഭയങ്കര ഹൈലി പാനിക്കാണ് എലിസബത്ത്. അത്രയും പാനിക്കായിട്ട് ഒരു സംഭവം ഉണ്ടാവണമെങ്കിൽ ഇതിനകത്ത് ഞാനത് കേസ് കൊടുത്തും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും ഇതിനകത്ത് മറ്റ് പല ഇൻവോൾവ്മെൻറ്റുകളും കാണുന്നു എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ ഉന്നത തലത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവാം. ഈ കേസ് അട്ടിമറിക്കപ്പെടും, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് നിന്ന് ഒരു കാരണവശാൽ ഈ കുട്ടിക്ക് ജസ്റ്റിസ് കിട്ടത്തില്ല എന്നുള്ളൊരു ബോധം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ വല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ സംശയത്തിൻ്റെ മുന കൊണ്ടുപോകുന്നുണ്ട്. നമ്മളെല്ലാവരും പല കമൻറ്റ് ബോക്സിൻ്റെ കേരളത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ ഈ ബാലയ്ക്ക് കഴിയുമോ എന്നുള്ള കാര്യം.
ഇപ്പോൾ ഈ പറയുന്ന ഒരാൾ എന്തായിരുന്നാലും ഈ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം മൂവ് ചെയ്തതിന് ശേഷവും നിങ്ങൾ എവിടെയെങ്കിലും ഒരു അനക്കം കേട്ടിട്ടുണ്ടോ? ഞാൻ അറിയുന്നില്ല. എനിക്ക് ഇപ്പം കോടതി വഴിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സംഭവങ്ങൾ എനിക്കറിയത്തില്ല. മറ്റ് സ്റ്റേഷൻ വഴിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കേണ്ടതാണ്. ഒരു പെൺകുട്ടി അവർക്ക് ഉണ്ടായിട്ടുള്ള ഈ ക്രൂരമായ പീഡനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒരു പെൺകുട്ടി കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം വരുന്ന അറസ്റ്റിലേക്കാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യമൊന്നും നമ്മളെങ്ങും കേൾക്കുന്നില്ല. അപ്പം പിന്നെ എന്താ ഇതിനകത്ത് സംഭവിക്കുന്നത്? അപ്പം എലിസബത്ത് ഇത് കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങൾ മുൻകാലങ്ങളിൽ സംഭവിച്ചതുപോലെ എലിസബത്ത് കൊടുത്ത കേസ് അവിടെ തന്നെ ഇതൊന്നും ഒരു വാലിഡ് അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിപ്പോകുന്ന രീതിയിലേക്ക് വല്ല എത്തിയോ? എലിസബത്ത് മുന്നോട്ട് പോയിട്ട് എലിസബത്തിനെ പിന്നോട്ടടിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ തന്നെ മാറിയോ? അങ്ങനെ സംശയത്തിൻ്റെ മുന ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഇൻഫ്ലുവൻസ് അതിൻ്റെ മേളിൽ വേറെ ആൾക്കാരുണ്ടോ എന്നുള്ള ചോദ്യം അത് നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഏതാണ്ട് അത് തുറന്നു വരിക, സത്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ആ സ്ത്രീ മരണമൊഴിയായിട്ടാണ് പല വീഡിയോസും രേഖപ്പെടുത്തിയിരുന്നത്. ആ മരണമൊഴികളെല്ലാം നമ്മൾ കേട്ടതാണ്. അഥവാ ഇന്നും ഒരു ജഡത്തിനെ പോലെയാണ് എലിസബത്ത് സംസാരിക്കുന്നത്. ജീവനില്ലാത്ത ശബ്ദമാണത്. അതിന് നിസ്സഹായ അവസ്ഥ ശബ്ദത്തിൻ്റെ അകത്ത് പ്രകടമായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെല്ലാം ഒരു വ്യക്തിക്ക് കഴിയുന്നുവെങ്കിൽ ആ വ്യക്തി ചില്ലറക്കാരനാണോ? ചിന്തിക്കണം. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ അവരുടെയും വായ കൊത്തും. അറിയില്ല. ഇതുവരെ സേഫാണ്. എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ്. നിങ്ങൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കേസ് കൊടുത്തു. പാനിക്കൊന്നും അല്ല. ഇത് ഏതാണ്ട് ഇനി എന്ത് സംഭവിക്കും, ഇതുവരെ ഞാൻ സേഫാണ്, ഇനി എന്താകുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു വാക്ക് ഇതിനു മുമ്പ് എലിസബത്ത് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇതുവരെ ഞാൻ സേഫായിരുന്നു, ഇനി എനിക്ക് എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. അഥവാ എലിസബത്തിന് വേണ്ടിയിട്ട് കൊട്ടേഷൻ വല്ലതും ആണോ? എലിസബത്തിന് മറ്റെന്തെങ്കിലും പണി കൊടുക്കാനുള്ള പരിപാടി വല്ലതും ആണോ? എലിസബത്ത് ഗുജറാത്തിൽ അങ്ങ് എവിടെയൊക്കെയാണ് എലിസബത്ത് പഠിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നാട്ടിൽ ഉണ്ടോ എന്നറിയത്തില്ല. ഇനി എന്തായിരുന്നാലും എലിസബത്ത് ഈ ഒരു കേസോ മറ്റുള്ള കാര്യങ്ങളോ കൊടുത്തതിൻ്റെ ഇതിൽ എലിസബത്തിനെ തന്നെ ഉന്മൂലനം ചെയ്യുന്ന പരിപാടികൾ വല്ലതും ആസൂത്രണം ചെയ്തെന്നുള്ള തോന്നൽ പോലെയാണ് ഈ ഒരു ശബ്ദം വരുന്നത്. അതായത് ഈ വെരി സൂൺ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എലിസബത്തിൻ്റെ തരത്തിൽ എന്തോ എലിസബത്തിന് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം നിങ്ങളെ ഒന്ന് അറിയണം, ഞാൻ അറിയിക്കാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ ലീഗലായിട്ട് മൂവ് ചെയ്യുന്നുള്ള കാര്യം ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അതിനകത്തുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അമൃതയ്ക്കും അങ്ങനെയായിരുന്നു. അമൃത ഒരുപാട് പേര് കല്ലെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അമൃത അത് പറഞ്ഞില്ല, ഇത് പറഞ്ഞില്ല, മറ്റത് പറഞ്ഞില്ല, അമൃത അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അമൃതയ്ക്ക് അത് പറയാൻ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. കാരണം ലീഗലായിട്ട് മൂവ് ചെയ്തു. ഇപ്പം എലിസബത്ത് സെയിം സിറ്റുവേഷനിലെത്തി. എലിസബത്ത് ലീഗലായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവാം, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അത് തന്നെയാണ് അമൃതയ്ക്ക് വന്ന് പറ്റിയത്. എന്നിട്ട് ആ പാവപ്പെട്ട പെൺകുട്ടി അന്ന് എല്ലാവരും കൂടെ എടുത്തിട്ട് വാരി പറക്കിയിട്ട് കല്ലെടുത്തെറിയായിരുന്നു. സോ അതിൻ്റെ അവസ്ഥ നമുക്കറിയത്തില്ല, ഒരുപാട് വർഷം അത് അനുഭവിച്ചതാണ്. സോ ഇവിടെ എലിസബത്ത് ഇത് പറഞ്ഞു. എലിസബത്ത് ഇനി ഒരാൾക്കും ഇത് അവസ്ഥ വരരുത് ആദ്യമേ എല്ലാം മുൻകൂട്ടി പറഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ അവസാനം കേസ് കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി ഈ സംസാരത്തിൽ. അങ്ങനെയാണെങ്കിൽ എലിസബത്ത് ഇതിന് ശേഷം അനുഭവിക്കുന്ന കാര്യങ്ങൾ പുറമേ അപ്പുറത്ത് നിന്ന് അണ്ണാച്ചി അവിടെ നിന്നുകൊണ്ട് ചിരിച്ച് കളിച്ച് രസിച്ച് കൊഞ്ചും മീനും ഒക്കെ പിടിച്ച് മറ്റേ ചട്ടിക്കകത്താക്കിക്കൊണ്ടിരിക്കുന്നു. വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ പോലെ കാണിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാ ആൾക്കാരും ഇപ്പോൾ ഇതെല്ലാം മറന്നുകൊണ്ട് ഈ സപ്പോർട്ടൊക്കെ കൊടുത്തുകൊണ്ടുള്ള രീതിയിലേക്കൊക്കെ ഒരു ലെവലിലേക്കൊക്കെ എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എന്താണ് ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടി അണ്ണാച്ചി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് പറഞ്ഞത് കാട്ടിലൊരു പരിപാടിയുണ്ട്, ഇരയെ ഒറ്റപ്പെടുത്തി പിടിക്കുക, ഒറ്റയ്ക്കാക്കുക, ഓട്ടിച്ചിട്ട് കൂട്ടം തെറ്റിച്ചിട്ട് ഒറ്റപ്പെടുത്തിയിട്ട് പിടിക്കുക. അപ്പം ആരാൾ ശ്രദ്ധയില്ലാതെ നൈസായിട്ട് തന്നെ കൊല്ലാനും പറ്റും. പക്ഷേ നമ്മൾ കൂടുതലേക്ക് ഇറങ്ങി പോകുന്തോറും കൂടുതൽ പേടിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നതും കേൾക്കുന്നതും അറിയണതും ഒക്കെ. പക്ഷെ അതിൻ്റെ ഒന്നും പ്രൂഫില്ല. എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാം. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ അനുഭവിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ വേറെ പല സംഭവങ്ങളും അതൊക്കെ ഞാൻ കുറേ കേൾക്കുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കേൾക്കണം. അറിയില്ല ഈ വീഡിയോ ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ പ്രത്യാഘാതം, അതൊന്നും അറിയില്ല. പക്ഷെ ഈ ടോപ്പിക്കൊന്നും മറക്കരുത്. സിൻസിയറായിട്ട് ജെനുവിനായിട്ട് എന്നെ കെയർ ചെയ്യുന്ന ആൾക്കാരെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ ഇതൊന്നും മറക്കരുത്. ഞാൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കയ്യിൽ നിന്ന് പോയി നിൽക്കുകയാണ് ആ കുട്ടി. ഭയത്തിൻ്റെ എക്സ്ട്രീം അവസ്ഥ, ഡിപ്രഷൻ എന്നുള്ളത് കാര്യം ഓൾറെഡി ഉള്ളൊരു കുട്ടി, അതിൽ നിന്നും അതിൻ്റെ അപ്പുറത്തേക്ക് ഫിയർ, ഭയത്തിൻ്റെ ഒരു എന്താണ് ഉച്ചസ്ഥായിയിൽ ആ കുട്ടി നിൽക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്.
അങ്ങനെ ഒരു ഭയം വന്ന് മൂടണമെങ്കിൽ അത് കേസ് കൊടുത്തു എന്നുള്ള കാര്യം, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ലീഗലായിട്ട് മൂവ് ചെയ്തു എന്നുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയാണ് അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സമയത്ത് ആ കുട്ടിക്ക് എന്തായിരിക്കും സംഭവിക്കുക? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എന്നെ മറക്കരുത്, ഈ ടോപ്പിക്ക് നിങ്ങൾ മറക്കരുത്. കാരണം ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്നുള്ളൊരു കാര്യം, ആ ഒരു കാര്യം എങ്ങും ഇപ്പോൾ ഇല്ല, എവിടെയും അധികം അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. ആ ഒരു സംസാരമേ താഴോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ എലിസബത്ത് എന്നുള്ളൊരു കാര്യം, വിഷയം താഴെ പോകണം. താഴെ പോയതിനു ശേഷം എലിസബത്തിന് എന്തോ ഒരു സംഭവം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് പോലത്തെ ഒരു ധ്വനി ഇതിനകത്തുണ്ട്. ഞാൻ എലിസബത്തിനോട് പറയുന്നത്, എലിസബത്തിന് എന്ത് പറയാനുണ്ടെങ്കിലും ഈ എലിസബത്തിന് എപ്പോഴാണോ സമയമുള്ളത് ആ സമയങ്ങളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു വിഷയം, ഇപ്പം ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഇപ്പോൾ എലിസബത്ത് ഇപ്പോൾ എന്ത് ചെയ്യുന്ന കാര്യം നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. അത് എലിസബത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എലിസബത്ത് ചെയ്യേണ്ടത്, എലിസബത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് എന്താണെങ്കിലും അത് എലിസബത്തിൻ്റെ ചാനലിലൂടെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുക. ആ ഒരു കാര്യത്തിനകത്ത് പുറത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റാത്തത്, റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത കാര്യങ്ങൾ, അത് പേര് പറഞ്ഞോ വിഷയങ്ങൾ പറഞ്ഞോ ഒന്നും പറയണ്ട. ഇതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ, നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾ പബ്ലിക്കിലേക്ക് അഡ്രസ്സ് ചെയ്ത് പോയിട്ടില്ല എങ്കിൽ ആൾക്കാർക്ക് അറിയാൻ പറ്റത്തില്ല. ഇനി ഒരു 5 ദിവസം കഴിഞ്ഞ് എലിസബത്ത് വന്നിട്ട് ഞാൻ ഭയങ്കര ഭയപ്പാടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ദിവസവും മറ്റ് പല വിഷയങ്ങളും കേരളത്തിൽ നടക്കുന്നത് കൊണ്ടും മറ്റു പല കാര്യങ്ങളും ആൾക്കാർ ചിന്തിക്കുന്നതും കൊണ്ട് ചെയ്യുന്നത് കൊണ്ടും അതുകൊണ്ട് അതിലേക്ക് ഡീവിയേറ്റഡ് ആവും. അത് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് എലിസബത്ത് ചെയ്യാനുള്ളത്, എലിസബത്തിന് ഡേ ടു ഡേനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യൂ. നിങ്ങളെ കേൾക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരുടെ മുമ്പിലേക്ക് ഈ ഒരു കാര്യങ്ങൾ എത്താത്തത് കൊണ്ട് മാത്രമാണ് അവർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത്. അത് എത്തിക്കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ ഡിസ്കഷൻ ഉണ്ടാവുകയും ചെയ്യും. അതിനകത്തൊരു കൂടുതൽ ചർച്ചകളും വരും. അതുകൊണ്ട് ആ ചർച്ചകൾ വരണമെങ്കിൽ എലിസബത്ത് സംസാരിക്കുക, അല്ലാതെ ഒരിക്കലും ആ ചർച്ചകൾ വരത്തില്ല. ഇതിനെക്കാളും കൂടുതൽ, ഞാൻ ഇപ്പോൾ ചെയ്തതിനെക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു പ്രിപ്പയർഡ് വീഡിയോ അല്ല. അതുപോലെ തന്നെ എന്തൊക്കെ പറയാൻ പറ്റും, പറയാൻ പറ്റില്ല, ഒരു വേണമെങ്കിൽ പറയാം ഒരു ഭയത്തിൽ ചെയ്യണ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, ഈ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ട് ഇതിൽ നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒന്നും അറിയില്ല. അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഭയത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഈ ഒരു കാര്യം എന്താവും സംഭവിക്കുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഇവിടെ നിലനിൽക്കുന്നത് കാരണം പബ്ലിക്കിലേക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു ബുദ്ധിമുട്ട് അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അല്ലാതെ പറയാനുള്ള മടിയല്ല എന്ന് മനസ്സിലാക്കാം. സീരിയസ്ലി എന്തോ ഒരു പ്രശ്നം ഈ പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം എവിടെ നിന്നോ, ചിലപ്പോൾ ഭീഷണിയോ അല്ലെങ്കിൽ വധഭീഷണിയോ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്ത പരിപാടികളോ എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാതും ഇങ്ങനെ ഒരു ബ്ലാങ്കറ്റ് മറയിൽ പറയുമ്പോൾ എനിക്കും വിഷമമുണ്ട്. എല്ലാം കൂടി ഒറ്റയടിക്ക് പറഞ്ഞ് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അറിയില്ല. അതും ഇത്ര കാലം ഞാൻ പറഞ്ഞത് കേട്ടതിനൊക്കെ നന്ദിയുണ്ട്, പ്രാർത്ഥിച്ചതിന് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതുവരെ സേഫാണ്. ബൈ. അവസാനം നടത്തും ഇതുവരെ സേഫാണ് ബൈ എന്ന് പറഞ്ഞിട്ട് എലിസബത്ത് വച്ചിട്ട് പോയ പോക്ക് അത്ര നല്ല പോക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും വെറുതെ ഒന്നുമല്ല. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമുക്കെല്ലാവർക്കും ഓരോരോ കാര്യങ്ങളും കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ ഇത്രയും കാലം വന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കി കാണുമ്പം ചിലതൊക്കെ പോകുന്ന റൂട്ട് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം ഒരു ദാരിദ്ര്യം അനുഭവിച്ച, വിശപ്പ് അനുഭവിച്ച ആളിന് തീർച്ചയായിട്ടും ആ ഒരു കാര്യം മറ്റൊരാൾക്ക് അനുഭവിക്കുന്ന സമയത്ത് അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഡിപ്രഷൻ സ്റ്റേറ്റും അതുപോലെ തന്നെ ആ തരത്തിലുള്ള മെൻ്റൽ സ്റ്റേറ്റിലൂടെ കടന്നു വന്ന ആൾക്കാർക്ക് അതുപോലത്തെ അനുഭവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാവും. നമ്മളെല്ലാവരും എല്ലാ വേദനകളും അനുഭവിച്ചിട്ടല്ല മറ്റുള്ളവരുടെ വേദനയെ അതുപോലെ വേദന എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാം. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാനടക്കം പറഞ്ഞൊരു കാര്യമാണ്. വളരെ ഹാപ്പി ആയിട്ട് എലിസബത്ത് വന്നു. ആ എലിസബത്ത് അടുത്ത ഒരു 3-4 ദിവസത്തിന് പിന്നിടുന്ന സമയത്ത് എലിസബത്ത് വന്ന വരവ് നിങ്ങൾ കാണണം. അതിനകത്ത് അവർ പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഈ ടോപ്പിക്ക് മറക്കരുതേ എന്നുള്ളതാണ്. ഒരു റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, എവിടെയോ സംതിങ് ഇവരുടെ കൂടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇവരുടെ ചുറ്റുമുള്ളവരോ എവിടെ നിന്നോ ഇവർക്ക് നല്ല പണി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കാം. എനിക്കിത് കാണുന്ന എലിസബത്തിനോട് കാണുന്നെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത്, എലിസബത്ത് ഈ ഒരു വിഷയം പബ്ലിക്കിലേക്ക് അഡ്രസ്സ് ചെയ്യാതെ ഒരു കാരണവശാലും ബാക്കിയുള്ളവർക്ക് ആർക്കും ഇതെന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ പരിമിതിയും അറിയാം. അപ്പോൾ ആ പരിമിതി നിന്നുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങൾ ദയവായി പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതർവൈസ് ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലീഗലായിട്ട് പോകുന്ന കാര്യങ്ങൾ ആ ലീഗലായിട്ടുള്ള അംശങ്ങൾ സംസാരിക്കേണ്ട.
മറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് ത്രെട്ട് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിക്കാനുള്ള ഇതിന് ഭീഷണിയുണ്ടോ, മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് കൈകടത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മുമ്പിൽ നിൽക്കുന്നെങ്കിൽ അത് ദയവായി നിങ്ങൾ പബ്ലിക്കിൽ അറിയിക്കണം. നിങ്ങളത് എങ്ങനെയെങ്കിലും ചെറുതായിട്ടെങ്കിലും ഈ ഒരു തരത്തിലെങ്കിലും അറിയിക്കണം. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ അറിയിക്കണം. അല്ലാതെ ഒരിക്കലും പറ്റത്തില്ല. കാരണം കേരളത്തിൻ്റെ അകത്ത് ഇത്രയും മാധ്യമങ്ങളുണ്ട്, ഇത്രയും വലിയ ശൃംഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷങ്ങളിലും പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ആ ഒരു ഇതിൻ്റെ പുറകെ പോകുന്നതിന് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അവരെ കുറ്റപ്പെടുത്തിയെന്നല്ല ഞാൻ പറയുന്നത്, കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അവരുടെ ചിന്താഗതികൾ മാറി പറഞ്ഞിരിക്കും. കാരണം അങ്ങനെയാണ് സെൻസേഷനലൈസ് ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളും. അതുകൊണ്ട് എലിസബത്ത് സേഫ് ആയിരിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങൾ സേഫ് അല്ല, നിങ്ങൾ മാനസികമായിട്ട് ഡൗൺ ആണെന്നുള്ള കാര്യം ആ ഒരു ശബ്ദത്തിൽ നിന്നും ഇടർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഗൈസ്. ഇതെന്തോ ഒരു സംഭവം, സംതിങ് ഒരു നമുക്ക് ചില വിഷയങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് നെഞ്ചിലിങ്ങനെ ഒരു പടപ്പോരില്ലേ. എനിക്കത് കേട്ടിട്ട്, ആ ശബ്ദം കേട്ടിട്ടൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ഒരു 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 വല്ലാത്തൊരു അസ്വസ്ഥതയാണ് അവരുടെ ശബ്ദം ഇപ്പോൾ കേട്ടപ്പോൾ തോന്നിയത്. കേൾക്കുന്ന പല ആൾക്കാർക്ക് ചിലപ്പോൾ ഈ വിഷയങ്ങൾ കേൾക്കണമെന്ന് താല്പര്യം ഉണ്ടാകത്തില്ല. നിങ്ങൾ അങ്ങനെയുള്ള ദയവായി കാണണ്ട. പക്ഷേ കുറേയധികം മനുഷ്യ സ്നേഹികൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ കേൾക്കുകയും അറിയാനും വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. അവരുടെ മുമ്പിലേക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായിരുന്നാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എലിസബത്ത് സേഫായിരിക്കുന്നു എന്നറിഞ്ഞൊരു സന്തോഷം. പക്ഷേ എന്തൊക്കെയോ സംഭവിക്കുന്നു, ഒന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് പറയാനൊന്നും ഉള്ളാഹമില്ല. എന്തായാലും അണ്ണാച്ചി ജയിക്കുന്നുണ്ട്. കാരണം ഒരു മാൻപേടെ കൂട്ടം തെറ്റിച്ചിട്ട് ഒറ്റയ്ക്കാക്കി ഏതാണ്ട്. ഓക്കെ, ഇനി ആ ചർച്ചകളും കൂടെ പോകായി കഴിഞ്ഞാൽ ഇനി അതിനെ എങ്ങനെ വേണമെങ്കിലും കൈയാറ്റം ചെയ്യാൻ, അത് എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കാനൊന്നും വരത്തില്ല എന്നുള്ളൊരു ആ ഒരു ധൈര്യം അതെവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്ന ഗൈസ്.